ഈ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിച്ച ഇടതുപക്ഷത്തിന്റെ യുവജന നേതാവ് എങ്ങനെ കാണുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ? ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ സ്വാഭാവികമായും മുൻകാലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധിയാണ് ഇവിടെ മത്സരിച്ച് ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ നടന്ന പൊതുവികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ വാർഡിലാകെ സജീവമായിരുന്നു. അത് നമുക്ക് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിച്ച് കയറാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആ രാഷ്ട്രീയ പോരാട്ടമായി തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കണ്ടത്. എന്നാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ വോട്ടർമാർക്കെല്ലാം നല്ല ബോധ്യമുള്ളതാണ്, ആ രാഷ്ട്രീയ പോരാട്ടത്തിനെ വേറെ രീതിയിലേക്ക് വഴിതിരിച്ചു വിട്ടുകൊണ്ടുള്ള ചില പ്രചരണങ്ങൾ UDFന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ജനം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു രാഷ്ട്രീയ പോരാട്ടമായി തന്നെ ഇടതുപക്ഷത്തിന്റെ ചേർന്ന് നിൽക്കുന്ന നാട്ടുകാർ തന്നെയാണ് പൂങ്കോട് വാർഡിലുള്ളത്. ഇടതുപക്ഷ രാഷ്ട്രീയ ബോധമുള്ളവരാണ് പൂങ്കോട് വാർഡിലെ ജനങ്ങൾ. പൊതുവികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായിരുന്നു. അത് ഞങ്ങൾക്ക് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ ബാധിച്ചിട്ടില്ല. വലിയ ഭൂരിപക്ഷത്തോടെ, മുൻകാലങ്ങളിൽ ഉള്ളതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി പൂങ്കോട് വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുക തന്നെ. ഒരു ഒറ്റപ്പെട്ട ചോദ്യം, ഇത്തരം തെരഞ്ഞെടുപ്പ് വേളകളിൽ നാടിന്റെ വികസനമാണോ അതോ വ്യക്തിപരമായ ചില പ്രശ്നങ്ങളാണോ ഉയർത്തിക്കാണിക്കേണ്ടത്? അല്ല, വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ 4 തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വിജയിച്ചവരെല്ലാം തന്നെ പുതുമുഖങ്ങളായി തന്നെ ജനപ്രതിനിധികളായി കടന്നു വന്നവരാണ്. എന്നാൽ ഈ വാർഡിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ മുൻ ജനപ്രതിനിധികളെ പറ്റിയുള്ള ഈ നാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായം കണക്കിലെടുത്താൽ അവരെല്ലാം തന്നെ ഇന്നും നാടിന് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും അനുയോജ്യമായ സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. ഞങ്ങൾ നന്നായി ജനങ്ങളോട് രാഷ്ട്രീയമായി സംവദിച്ചു. ഞങ്ങൾ ഈ നാട്ടിലെ പൊതുവികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ നാട്ടിലെ ജനങ്ങളുമായി നന്നായി സംവദിച്ചു. മറ്റ് വിവാദപരമായ കാര്യങ്ങളിലേക്കൊന്നും തന്നെ ഞങ്ങൾ പോയില്ല. ഇവിടെ കണ്ണീരും കരച്ചിലും മറ്റ് പ്രചരണ പരിപാടികളുമൊക്കെയായി വലിയ ഒരു ഗിമ്മിക്കാണ് UDFന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഞങ്ങളിതൊരു രാഷ്ട്രീയ പോരാട്ടമായി തന്നെയാണ് കണ്ടത്. അതിന്റെ റിസൾട്ട് ഉറപ്പായും ലഭിക്കും. അത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. അപ്പോൾ ആ ആത്മവിശ്വാസം ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, അത് നിലനിൽക്കുമോ? തീർച്ചയായും നിലനിൽക്കും. എന്താ സംശയം? അരമണിക്കൂറുകൂടെ കഴിയുമ്പോൾ നമുക്കറിയാം. അപ്പോൾ എല്ലാവിധ ആശംസകളും. ആ വോട്ടെണ്ണുന്ന കേന്ദ്രത്തിൽ പോലും UDFകാരെ അങ്ങനെ കാണാനില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. ഏതാനും സമയത്തിനുള്ളിൽ വിധി പ്രഖ്യാപനം പുറത്തുവരും. എങ്കിലും അവസാന ഘട്ടത്തിലും ഈ UDFന്റെ വിജയത്തെ, തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ കാണുന്നു? പൂങ്കോട് വാർഡിലെ തെരഞ്ഞെടുപ്പിൽ UDF നല്ല വിജയം നേടുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. നന്നായി ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. വാർഡിൽ സ്ഥാനാർത്ഥിക്ക് നല്ല സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട്. അത് അനുസരിച്ച് ആക്ഷേപങ്ങളും ഉയർന്നു വന്നു. ഇതൊക്കെ തന്നെ ജനം എങ്ങനെ അതിന് വിധി എഴുതും എന്നാണ് പറയുന്നത്? ഉദാഹരണം, നാടിന്റെ വികസനവും മറ്റു കാര്യങ്ങളാണ് ഒരു പക്ഷം ഉയർത്തിയെങ്കിൽ മറുപക്ഷം അതല്ല, വ്യക്തിഹത്യയാണ് നടത്തിയെന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണമുണ്ട്. അത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും കോൺഗ്രസ് എന്നുള്ള നിലയിൽ അതിനെ എങ്ങനെ കാണുന്നു? സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ യഥാർത്ഥ പ്രശ്നങ്ങളല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. അവസാന റൗണ്ടിലൊക്കെ വരുമ്പോൾ വ്യക്തിപരമായ ആക്ഷേപങ്ങളും ആരോപണം ഉന്നയിക്കുന്ന ഒരു ശൈലി ഇടതുപക്ഷത്തിൻ്റെ ഒരു ശൈലിയാണ്. അതൊക്കെ മനസ്സിലാക്കാനുള്ള അറിവും വ്യാപ്തിയുമുള്ള ആളുകളാണ് വോട്ടർമാർ. ആ വോട്ടർമാർ അതൊക്കെ മനസ്സിലാക്കി നന്നായി ചിന്തിച്ചാണ് വോട്ട് ചെയ്യുന്നത്. അത് വളരെ അനുകൂലമായി, UDFന് അനുകൂലമായി നല്ല ഒരു റിസൾട്ട് ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ഈ പ്രതീക്ഷ നമസ്കാരം. ഏതാനും സമയത്തിനുള്ളിൽ റിസൾട്ട് പുറത്തു വരും. 20 മിനിറ്റ്. അപ്പോ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെയാണോ? നിലനിർത്തുക എന്ന് മാത്രമല്ല, ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടേ ഉള്ളൂ. ഉറപ്പായും ഇടതുമുന്നണി ജയിക്കും എന്നുള്ളതിൽ ഇടതുമുന്നണി പ്രവർത്തകർക്ക് ആർക്കും തന്നെ ഒരു ആശങ്കയുമില്ല. അതിന്റെ കാരണം, ഇടതുമുന്നണി എന്ന് നമ്മൾ പറയുമ്പോഴും ഒറ്റ പാർട്ടിയെ പോലെയാണ് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത്. CPM എന്നോ CPI എന്നോ കേരള കോൺഗ്രസ് എന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല. ഇടതുമുന്നണി ഇഴുകിച്ചേർന്നുള്ള വർക്കാണ് നടത്തിയത്. അതുമാത്രമല്ല, കഴിഞ്ഞ 20 വർഷക്കാലമായി
ഇടതുമുന്നണിയാണ് പൂങ്കോട് വാർഡ് ഭരിക്കുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് മുതൽക്കൂട്ടായി വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ ആവശ്യം മറ്റൊരു രാഷ്ട്രീയ മേൽക്കൈ ഈ അടുത്ത കാലത്തൊന്നും തന്നെ ചടയമംഗലത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല. ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുള്ളതിനേക്കാൾ ഒരു മേൽക്കൈ ചടയമംഗലത്ത് കുറെ കാലമായി മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കില്ല. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഈ തെരഞ്ഞെടുപ്പ് വേളകളിൽ രാഷ്ട്രീയമായുള്ള പോരാട്ടമാണ് തുടക്കത്തിൽ കണ്ടത്. എന്നാൽ അവസാന ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ ആ ലൈൻ മാറി പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുക, വ്യക്തിഹത്യ നടത്തുക എന്നുള്ള തരത്തിലേക്ക് പോയതായിട്ട് ചില ആക്ഷേപങ്ങൾ ചില കോണുകളിൽ നിന്ന് വന്നു. അല്ല, അതിനെ എങ്ങനെ കാണും? അങ്ങനെയല്ല, രാഷ്ട്രീയമായി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതും നേരിട്ടതും. എന്നാൽ ചില ആളുകൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പരാജയ ഭീതി കൊണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഒരു രാഷ്ട്രീയ പക്വതയുടെ പ്രശ്നമാവാം, അവരാ രാഷ്ട്രീയം വിട്ടുകൊണ്ട് ചില ഗ്ലസറിനും മറ്റും എല്ലാം തേച്ചുകൊണ്ടുള്ള കരച്ചിലും ചില മോശം പ്രചരണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. UDF നടത്തിയിട്ടുണ്ട്. അതാണ് പ്രകടമായും നടത്തിയിട്ടുള്ള UDF. ഒരിക്കലും LDF ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ചും മോശമായ ഒരു അഭിപ്രായവും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അതിന് ഏറ്റവും വലിയ തെളിവ് ഇവിടെ നല്ല 2 യോഗങ്ങൾ നടത്തിയവരാണ് ഞങ്ങൾ. കൺവെൻഷനൊക്കെ കൂടാതെ ഇളവക്കോട്ടും നടുക്കുന്നിലും നല്ല 2 പൊതുയോഗങ്ങൾ നടത്തി. എത്രയോ വ്യക്തമായ രാഷ്ട്രീയമാണ് ആ 2 സ്ഥലത്തും നമ്മൾ പറഞ്ഞു പിരിഞ്ഞത്. ജനങ്ങളുമായി സംബന്ധിച്ചാൽ അങ്ങനെയാ. ഞങ്ങൾ ഒരു ഘട്ടത്തിലും ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ചും വ്യക്തിപരമായി യാതൊരു ആക്ഷേപങ്ങളും ഉന്നയിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, തികച്ചും രാഷ്ട്രീയം പറയുവാനുള്ള അടിത്തറ, അതിനുള്ള സാഹചര്യം ഇടതുമുന്നണിക്ക് പൂങ്കോട് വാർഡിലുണ്ട്. ആ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴും ഞങ്ങൾ. ഒരു 20 മിനിറ്റ് കൂടി കഴിയുമ്പോൾ ഫലം അറിയാം. അപ്പോൾ നമ്മൾ ആത്മവിശ്വാസത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ ഈ പൊതുസമൂഹവും രാഷ്ട്രീയമായി കാര്യങ്ങൾ വിലയിരുത്തുന്നവർ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ചെറിയ അടിയൊഴുക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പ്രചരണമുണ്ട്. അതിനെങ്ങനെ കാണുന്നു? പലപ്പോഴും അടിയൊഴുക്കെന്ന് അതിന് പറയാൻ പറ്റത്തില്ല. അത് രാഷ്ട്രീയ പാപ്പരത്വന്നേ പറയാൻ പറ്റും. അടിയൊഴുക്കെന്ന് എങ്ങനെയാ പറയാൻ പറ്റുന്നത്? ചില രാഷ്ട്രീയ പാർട്ടികൾ പല ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വരുമ്പോൾ വോട്ട് ബൾക്കായിട്ട് മറ്റാർക്കെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ തോൽപ്പിക്കണമെന്നുള്ളത് കൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ബൾക്കായി മറ്റാർക്കെങ്കിലും വോട്ട് കൊടുക്കുന്ന ഒരു പ്രവണതയെ അടിയൊഴുക്കെന്ന് പറയാൻ പറ്റത്തില്ല. അത് അവരുടെ രാഷ്ട്രീയ പാപ്പരത്വം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ വോട്ടിംഗ് നിലവാരം വരുമ്പോൾ നമുക്കറിയാൻ കഴിയും വോട്ട് അങ്ങനെ മറിച്ചവരാരാണ്, അതെങ്ങനെ പോയി എന്നുള്ളതല്ല. എന്തായാലും ഇടതുപക്ഷം അങ്ങനെയല്ല, ശരിയായ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. അതിന്റെ റിസൾട്ടാണ് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കറിയാൻ വേണ്ടി. അപ്പോൾ ഈ പ്രതീക്ഷ അതേ നിലയിൽ നിലനിൽക്കട്ടെ. എല്ലാവിധ ആശംസകളും. തന്നെയാണ്. ഏകദേശം 1200 വോട്ടർമാരാണ് പൂങ്കോട് വാർഡിലുള്ളത്. അതിൽ 865 വോട്ടുകൾ പോൾ ചെയ്തിരിക്കുന്നു. സ്ത്രീ വോട്ടർമാരാണ് കൂടുതലും. അപ്പോൾ അത്തരത്തിൽ ഒരു ഇരു മുന്നണികളും ഈ 78% വോട്ടിംഗ് പെർസെൻറ്റേജ് പോയപ്പോൾ ഇരു മുന്നണികളും പൂങ്കോട് വാർഡിൽ പുതിയ ജനപ്രതിനിധി ആരായിരിക്കുമെന്നുള്ളത് വളരെ താമസിയാതെ തന്നെ നമുക്ക് പുറത്തറിയാൻ കഴിയും. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും ഫലപ്രഖ്യാപനവും സാക്ഷിയിലൂടെ എല്ലാവർക്കും കാണാം. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ചടയമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജുവാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെ ആണ് പ്രതിഫലിക്കുന്നതെന്നാണ് LDFന്റെ ഒരു കാഴ്ചപ്പാട്? തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളത്. കാരണം LDFന്റെ എല്ലാ സംഘടനാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അടുക്കും ചുറ്റിയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പൂങ്കോട് വാർഡിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും. വിജയിക്കുമെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും വിജയിക്കും. ഇതിൽ വോട്ട് കച്ചവടം നടന്നു എന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. അതിനെ നമ്മൾ എങ്ങനെ വിലയിരുത്തുന്നു? ഒരുപക്ഷെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ കൂടി അതിനെ കൗണ്ടർ ചെയ്യാനുള്ള എല്ലാ സംഘടനാ സംവിധാനത്തിലും നമ്മൾ അതിന്റെ വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക്
പോകാം. ഇപ്പോൾ നമുക്കറിയാം ഹരിതകർമ്മസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തക കൂടിയാണ് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച വിമൽ കുമാർ വളരെ സന്തോഷവാനായിട്ടാണ് കാണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്ക്. സന്തോഷമാണ്. പെട്ടി പൊട്ടിച്ചെടുക്കാൻ സ്ട്രോങ് റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാനുള്ള നടപടി തുടങ്ങി. 10 മണിക്ക് തന്നെ കൗണ്ടിങ് തുടങ്ങും. അപ്പോൾ ഇനി സന്തോഷമല്ലാതെ വേറെ മാർഗമില്ല. ജനാധിപത്യ പ്രക്രിയയ്ക്ക് ശുഭകരമല്ലാത്ത ചില വാർത്തകൾ പുറത്തു വരുന്നു. വോട്ട് കച്ചവടവും അടിയൊഴുക്കെന്ന് പറയുന്നത് അത്തരം പ്രവണതയെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണോ? ഒരിക്കലുമില്ല. കാരണം നിങ്ങളുടെ തന്നെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ച് ഒരിക്കൽ പോലും അത്ര അടിയൊഴുക്കുകളെ പ്രോത്സാഹിപ്പിക്കുകയോ ധനസഹായം ചെയ്യുകയോ ചെയ്യുന്ന സ്വഭാവം LDF എന്ന പ്രസ്ഥാനത്തിനില്ല. LDFന് വോട്ട് ചെയ്തവർ വിശ്വാസത്തിന്റെ കൃത്യം 10 മണിക്ക് തന്നെ അവരെന്നും അതിന്റെ ഈ BJPയുടെ മൗനം UDFന് അനുകൂലമാകുമോ LDFന് അനുകൂലമാകുമോ? UDFന്റെ കണ്ണീര് ചിലപ്പോൾ കുറച്ച് അനുകൂലമാകാം. ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ എന്തായാലും LDF സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പ് തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വീട്ടൊന്നും പറയേണ്ട ഏതാനും നിമിഷത്തിനകം ഫലപ്രഖ്യാപനം പുറത്തുവരും. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനവും പഞ്ചായത്തിന്റെ വികസന മുരടിപ്പും എന്നുള്ള 2 തരത്തിലുള്ള ചർച്ച വന്നു. അതുകൂടി വിലയിരുത്തലാകുമോ? ഏകദേശം ഈ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തൽ പഞ്ചായത്ത് ഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, LDFന്റെ ഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തും. വാർഡിലെ ജനങ്ങൾ ആ വാർഡിൽ ചെയ്ത നല്ല കാര്യങ്ങളെയും കൂടെ വിലയിരുത്തി ആയിരിക്കും ഈ വോട്ട് ചെയ്തതും രേഖപ്പെടുത്തിയതും ആ വിജയം ഉണ്ടാവുകയും ചെയ്യും. ശുഭാപ്തി വിശ്വാസം തന്നെയാണ്. 100%. UDF ഒരു അട്ടിമറി വിജയം കുരിയോട് വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഇതുപോലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട സുനിൽ കുമാറാണ് നമ്മോടൊപ്പം ഉള്ളത്. കുരിയോട് ഫലപ്രഖ്യാപനത്തിന്റെ ആവർത്തനമായിരിക്കുമോ ഈ തെരഞ്ഞെടുപ്പ് ഫലം? അത് സംശയമില്ലാത്ത കാര്യമാണല്ലോ. LDF വിജയിക്കുന്ന ഉറപ്പാണ്. പക്ഷെ അന്നും ഉയർന്നു കേട്ട ഒരു ആരോപണമുണ്ടായിരുന്നു, വോട്ട് കച്ചവടം. ഇന്നും കേൾക്കുന്ന ഒരു ആരോപണം. ഇങ്ങനെ നിരന്തരം ഇത്തരത്തിലുള്ള ആരോപണം ജനാധിപത്യ പ്രക്രിയയ്ക്ക് അത് നല്ലതാണോ? അല്ല, LDF ഇവിടെ നമ്മുടെ പൂങ്കോട് വാർഡിൽ വോട്ട് ചോദിച്ച് ഇറങ്ങിയത് വികസനം പറഞ്ഞിട്ടാണ്. ആ വികസനത്തിന് വേണ്ടി ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യും എന്നാണ് ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇവിടെ LDF. അപ്പോ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. തീർച്ചയായും. അപ്പോൾ എല്ലാവിധ ആശംസകളും. ആരെ ഒഴിവാക്കരുത്.
മൂന്ന് മുന്നണിയുടെയും പ്രവർത്തകർ വളരെ ആകാംക്ഷയോടെയാണ് ഈ ബ്ലോക്ക് ഓഫീസിന്റെ മുന്നിൽ അണിനിരന്നിട്ടുള്ളത്. പ്രവചന അതീതമായ ഒരു ഫലപ്രഖ്യാപനമായിരിക്കും പുറത്തു വരുന്നത് എന്നതാണ് ഓരോരുത്തരെയും പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാനും നിമിഷത്തിനുള്ളിൽ തന്നെ പൂങ്കോടി ജനത അവരുടെ വിധി പറയും. ഞാൻ ആ ബാക്കിയുള്ള ഷെയർ ചെയ്തു. നമ്മളെ സീറ്റാട്ടാ എടുത്തോ സംസാരിക്കുന്ന മാത്രം റെക്കോർഡ് ക്യാപ്ഷൻ കൊടുക്കുക.
റിസൾട്ടിലേക്ക് എത്തുന്ന വോട്ട് പാനൽ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പ്രത്യേകം നമ്മോടൊപ്പം ചടയമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ചേരുന്നു. ഇടതുമുന്നണി വിജയിക്കുമെന്നാണ് എല്ലാ കോണുകളിൽ നിന്നും മുന്നണി നേതാക്കൾ പറയുന്നത്. ഈ വിജയം ചടയമംഗലം പഞ്ചായത്തിന്റെ ഭരണത്തെ കൂടി അതിന്റെ ഒരു വിലയിരുത്തലായി കൂടി കാണാൻ കഴിയുമോ? ഇത് നേരത്തെ തന്നെ ഞാൻ സാക്ഷി ടിവിക്ക് പറഞ്ഞതാണ്. പഞ്ചായത്തിന്റെ വിലയിരുത്തലിനോടൊപ്പം തന്നെ ആ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ആ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്, അതോടൊപ്പം പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളും. പക്ഷെ രാഷ്ട്രീയ പഠിക്കുന്ന അല്ലെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ജനസമൂഹത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് ചടയമംഗലം പഞ്ചായത്തിൽ നടന്ന 2 ഉപതെരഞ്ഞെടുപ്പുകൾ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ആശ്വാസകരമല്ലാത്ത ചില ജീർണതകൾ കാണുന്നു. അടിയൊഴുക്കിൽ നിന്നുള്ള പേരിലായാലും വോട്ട് കച്ചവടം എന്നുള്ള നിലയിലുള്ള പേരിലായാലും അത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണോ? അതെനിക്ക് മനസ്സിലായില്ല ചോദ്യം. വളരെ വ്യക്തമാണ്. ഈ തെരഞ്ഞെടുപ്പുകളിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടേണ്ട ഇത്തരം വേദികളിൽ അടിയൊഴുക്കിന്റെ പേരിലും വോട്ട് കച്ചവടത്തിന്റെ പേരിലും ജനാധിപത്യ ജീർണത, ആ ജീർണതയെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണോ? കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ LDF ആണ് വളരെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി കുരിയോട് വാർഡിൽ ജയിച്ചത്. ഇപ്രാവശ്യവും അത് തന്നെയായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വോട്ട് കച്ചവടം നടത്തിയത് ആരാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ളതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. പഞ്ചായത്തിന്റെ വികസന അതോടൊപ്പം തന്നെ വികസന മുരടിപ്പും ഇതായിരുന്നു പ്രധാന ചർച്ച. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്തുതന്നെ ആയാലും ഇത്തരം ആരോപണങ്ങൾ, ആ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിന് പകരം പ്രഖ്യാപനങ്ങൾ നടക്കുന്നു എന്നുള്ള ആരോപണമുണ്ട്. എന്നാൽ അതിന്റെ പ്രവർത്തനത്തെ വേഗത കുറവ്, അത് പൊതുസമൂഹത്തിൽ ഉണ്ടായ വിമർശനമാണ്. അപ്പോൾ ഈ വേഗത കൂട്ടുന്ന തരത്തിലേക്കാകാൻ എത്രമാത്രം പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടാകും?
വികസന പ്രവർത്തനങ്ങളുടെ രീതി വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് പഞ്ചായത്തിന്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ എല്ലാ ഭാഗത്തും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഇനി വരുന്ന ഒരു 7-8 മാസത്തിനകം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചടയമംഗലത്ത് നടത്തപ്പെടാൻ സാധിക്കും. അത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും ഞങ്ങളുടെ ഭരണസമിതി എന്നുള്ള നിലയ്ക്കും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകും. ചടയമംഗലം പഞ്ചായത്ത് എന്ന് മാത്രമല്ല, ചടയമംഗലം ഒരു നിയോജക മണ്ഡലത്തിന്റെ ആസ്ഥാനമാണ്. അപ്പോൾ നിരവധി വർഷങ്ങളായി ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏറ്റവും ആത്യന്തികമായി ചർച്ച ചെയ്യപ്പെടുന്നത് ചടയമംഗലത്തിന്റെ പൊതുവികസനമാണ്. നിരവധി കളിക്കാരുള്ള, ഒത്തിരി പേരുള്ള കളിക്കളം ഇന്ന് അനാഥമാണ്. ചടയമംഗലത്തെ സബ് ട്രഷറി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു. ഒരു കോർട്ട് ഫീസ് സ്റ്റാമ്പ് പോലും കിട്ടാതെ, അല്ലെങ്കിൽ മുദ്രപത്രം പോലും കിട്ടാതെ. അതുപോലെ KSRTCയുടെ വികസന പ്രവർത്തനങ്ങൾ പാളിച്ചകൾ. ഈ പാളിച്ചകളൊക്കെ നിലനിൽക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ജനങ്ങൾ ബോധപൂർവം ചിന്തിക്കുന്ന ഒരു സംഗതിയാണ്, എന്തുകൊണ്ട് നമുക്ക് ചടയമംഗലത്തിന് അനിവാര്യമായ വികസന പ്രവർത്തനങ്ങൾക്ക് എത്തുവാൻ ഭരണസമിതിക്ക് കഴിയുന്നില്ല? പ്രസിഡന്റ് എന്ന നിലയിൽ എന്താണ് മറുപടി? അങ്ങനെ ഒരു തോന്നല് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കില്ല. കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേഡിയത്തിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ പകുതിയിൽ അധികം വർക്കുകൾ അവിടെ നടന്നു. ഇപ്പോഴും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് പകുതി വർക്കുകൾ ഇനി നടക്കാനുണ്ട്. അത് സമയബന്ധിതമായി തന്നെ ആ വർക്കുകൾ നടക്കും. എന്തായാലും ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റേഡിയത്തിന്റെ പണി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾക്ക് വിശ്വാസമുള്ളത്. അതിന്റെ പുറകിൽ തന്നെയാണ് ഭരണസമിതി. അതോടൊപ്പം സിവിൽ സ്റ്റേഷൻ ഏകദേശം 11.5 കോടി രൂപയാണ് നമ്മുടെ കിഫ്ബി ഫണ്ടിൽ ഈ സിവിൽ സ്റ്റേഷന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടന്നു കഴിഞ്ഞു. ഇനി അതിൻ്റെ ടെൻഡർ ഘട്ടം മാത്രമാണുള്ളത്. അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഞാൻ മിനിസ്റ്ററെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ വളരെ താമസിക്കാതെ തന്നെ അതിൻ്റെ ടെൻഡർ വർക്കുകൾ പുരോഗമിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും വളരെ നല്ല കാര്യം. ഒരു കാര്യം കൂടി, ഇതെല്ലാം വലിയ രാഷ്ട്രീയ വിഷയങ്ങളുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഒരു ചന്ത പോലും നടത്താൻ കഴിയാത്ത പഞ്ചായത്ത് ഭരണസമിതി എന്ന ആക്ഷേപമാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF ഉം BJP ഉന്നയിച്ചത്. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? ഇപ്പോൾ കിട്ടിയ വാർത്ത, പൂങ്കോട് ഭാഗത്ത് തെരഞ്ഞെടുപ്പിൽ പൂങ്കോടിന്റെ ചെങ്കോട്ട എന്നറിയപ്പെടുന്ന പൂങ്കോട് വാർഡിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉഷാ ബോസ് വിജയിച്ചതായിട്ട് അറിയാൻ കഴിയുന്നു. 45 വോട്ടുകൾക്ക് ഉഷാ ബോസ് വിജയിച്ചിരിക്കുന്നു. പറയാനാ വിളിക്കുന്നു. വിജയിച്ചു കാർഡടിച്ചു വെച്ചോ. തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടെ LDF കേന്ദ്രങ്ങൾ കാത്തിരുന്ന ആ വിജയമില്ലാതായിരിക്കുന്നു. കഴിഞ്ഞ 19 വർഷത്തെ അപ്രതാമത്യം ഈ LDFന്റെ ഇടതു കോട്ടയെ തകർത്തു. തീർച്ചയായിട്ടും LDF സംവിധാനം വളരെ ചിട്ടയോടുകൂടി നടത്തിയ ഒരു വർക്ക് അവസാന ഘട്ടത്തിൽ വോട്ടുകളിലൂടെ മാറിയിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? KPCC ജനറൽ സെക്രട്ടറി യോജിച്ചുള്ള പ്രവർത്തനത്തിനും അതിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് പ്രവർത്തകർക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഗുരുതരമായ ജനാധിപത്യ വിരുദ്ധ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ പഞ്ചായത്തിൽ ഒരു പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ താങ്കൾ നടത്തിയ പ്രവർത്തനത്തിന്റെ ഒരു അംഗീകാരമായി ഈ ഫലത്തെ കാണാൻ കഴിയും. ഞാൻ പല പ്രാവശ്യം പറയുകയുണ്ടായി, നമ്മുടെ പഞ്ചായത്തിലെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഉയരുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽ ഒരു അംഗം കൂടി ഉണ്ടാകുമെന്ന് ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച 1-ാം നമ്പർ ബൂത്തിൽ ഞങ്ങൾക്ക് ലീഡ് കിട്ടിയില്ല. 188 വോട്ടും 2-ാം നമ്പർ ബൂത്തിലെ വോട്ടുകളും 43 വോട്ടിനാണ് നമ്മുടെ UDFന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉഷാ ബോസ് വിജയിച്ചിരിക്കുന്നത്. വളരെ 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 ജീവിതത്തിൽ ഈ വിജയം ചടയമംഗലത്തെ ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നാന്ദി കുറിച്ചുകൊണ്ട് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചടയമംഗലം പഞ്ചായത്തിന്റെ ഭരണം UDF പിടിച്ചെടുക്കും എന്നുള്ള മുന്നറിയിപ്പായിട്ടാണ് ഞങ്ങൾ നന്ദിയും അറിയിച്ചുകൊള്ളുന്നത്. പൂങ്കോടിന്റെ ചരിത്രത്തിൽ ചെങ്കോട്ട എന്നറിയപ്പെട്ടിരുന്ന പൂങ്കോട്ട് UDFന്റെ ഉഷസ്സായി അഡ്വക്കേറ്റ് ഉഷാ ബോസ് തെരഞ്ഞെടുക്കപ്പെട്ടു. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയമായ ചർച്ചകൾക്കും
വിലയിരുത്തലുകൾക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം വേദിയാകും. വികസനത്തിന് മുൻതൂക്കം കൊടുത്തുള്ള പ്രവർത്തനങ്ങൾ ആയിരിക്കണം. തെരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിലെ വീഴ്ചകളും പോരായ്മകളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഫലമായി കാണുക. ഈ ഫലങ്ങളൊന്നും തന്നെ 130 വോട്ടുകളോളം BJP ഈ ഫലപ്രഖ്യാപനത്തെ എങ്ങനെ കാണുന്നു? ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ, BJP 75 വോട്ടിൽ താഴെ പിടിക്കുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ദോഷകരമായിരിക്കുമെന്ന് എല്ലാ ചാനലിനോടും ഞങ്ങൾ പറഞ്ഞതാണ്. അതിപ്പോൾ സത്യമായി. 150ഓളം വോട്ട് പിടിച്ച BJP 100 വോട്ട് മറിച്ചു കൊടുത്തിരിക്കുന്നു. തീർച്ചയായും സാറേ, ഇതൊരു പഞ്ചായത്തിന് എതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരമായി കാണേണ്ടതില്ലേ? അല്ല, കൂട്ടുകെട്ടിന്റെ പരിണത ഫലമായി ഞങ്ങൾക്ക് അല്പ വീഴ്ച വന്നു. ഞങ്ങളുടെ കണക്കുകൂട്ടലുകളൊന്നും എങ്ങും തെറ്റിയിട്ടില്ല. അല്ല, പാളയത്തിൽ തന്നെ പടയുണ്ടായിരുന്നോ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പരിശോധിക്കുമോ? പാളയത്തിൽ പട തുടങ്ങാൻ പോലും അനുവദിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പാളയത്തിൽ പടയുമില്ല. പടയുണ്ടായിരുന്നെങ്കിൽ ഇതല്ല ഭൂരിപക്ഷം. 100-200 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വരത്തില്ലേ? ഇത് ഒറ്റക്കെട്ട്. ആ സ്ഥാനാർത്ഥി കൈ ഉയർത്തി പിടിച്ച് മുഷ്ടി ചുരുട്ടി നിന്ന് അതേ എന്തോ ഒരു വാചകം പറഞ്ഞു 10 മിനിറ്റ് നിങ്ങളുടെ മുമ്പിൽ കരഞ്ഞു എന്നുള്ളതല്ലാതെ എന്തെങ്കിലും നിങ്ങൾ അതിൽ പറഞ്ഞതായി പറയാനൊക്കൂ? തീർച്ചയായും ഈ പരാജയം പഠിക്കുമോ, പരിശോധിക്കുമോ? ഞങ്ങളെ സംബന്ധിച്ച് പഠിക്കാനൊന്നുമില്ല. ഞങ്ങൾക്ക് ഒരു നഷ്ടവുമില്ല. ഞങ്ങളുടെ വോട്ടുകളെല്ലാം കൂടിയിട്ടേ ഉള്ളൂ. ഈ ഒരു വ്യക്തിയുടെ മാത്രം പോരാട്ടം ഇതിൽ ഈ അവരുടെ UDF എന്ന് പറയുന്ന പ്രസ്ഥാനം അത്ര കണ്ട് അഹങ്കരിച്ചിട്ട് കാര്യം ഇല്ല. 6 മാസം കഴിയുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വരും. ഓക്കെ, താങ്ക് യു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചേരുന്നു. വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ ഫലപ്രഖ്യാപനത്തെ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും രാഷ്ട്രീയമായ പോരാട്ടത്തിൽ നമുക്ക് അനുകൂലമായ നിലപാടാണ് കാണാൻ കഴിയുന്നത്. കാരണം വെച്ചാൽ കഴിഞ്ഞ വർഷത്തിനൊക്കെയായി വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രകടനം കാഴ്ചവെക്കാൻ നമ്മുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കാണാനില്ല. അപ്പോൾ ആ വോട്ടുകൾ എതിർശേരിയിലേക്ക് പോയിട്ടുണ്ടാവും. അതായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു വിജയം UDF ഉണ്ടായതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും വരും നാളുകളിൽ പഞ്ചായത്തിൻ്റെ വികസന പരിപാടികളടക്കം ഒരു വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തുകൊണ്ട് വരുന്ന തിരഞ്ഞെടുപ്പിൽ അത് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങളും ഒരുക്കുന്നത്. വീഴ്ചകളും പോരായ്മകളും ഉണ്ടെങ്കിൽ ഗൗരവത്തോടെ അത് പരിശോധിക്കുമല്ലോ. തീർച്ചയായും പരിഗണിച്ചല്ലേ പറ്റും. നമുക്ക് പരാജയമോ ജയമോ അല്ലല്ലോ വിഷയം. പഞ്ചായത്തിന്റെ അടുത്ത ഒരു 8 മാസം കഴിയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരികയാണ്. ഓക്കെ, താങ്ക് യു. ഇടതുമുന്നണിയുടെ ചുമതലക്കാരൻ, അതിന്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ബിനുപിള്ള ഈ ഫലപ്രഖ്യാപനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ഞാൻ നമ്മുടെ ഈ വാർഡിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നത് BJPയുടെ സഹായത്തോടു കൂടി അന്ന് ഞാൻ പറഞ്ഞിരുന്നു വളരെ നേരത്തെ. കഴിഞ്ഞ തവണ 168 വോട്ട് പിടിച്ച BJP ഇപ്പോൾ ആകെ 50 വോട്ടാണ് ഈ വാർഡിൽ പിടിച്ചിരിക്കുന്നത്. ഞങ്ങളാണെങ്കിൽ കഴിഞ്ഞ തവണ 351 വോട്ട് ആണ് ഇവിടെ LDF ജയിച്ചപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ 386 വോട്ടായി വർദ്ധിച്ചു. പക്ഷേ BJPയുടെ ഈ 168 വോട്ടിൽ 50 വോട്ടേ അവർ പിടിച്ചിട്ടുള്ളൂ. ബാക്കി വോട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മറിച്ചാണ് ഇവിടെ UDF സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ വോട്ടിൽ വർധനവേ ഉണ്ടായിട്ടുള്ളൂ. 351 വോട്ടെന്നുള്ളത് 386 വോട്ടായി വർദ്ധിച്ചിട്ടുള്ളതുകൊണ്ട് ഇടതുമുന്നണിയുടെ വോട്ടിലല്ല പ്രശ്നം, മറിച്ച് BJPയും UDFുമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ സ്ഥാനാർത്ഥി മത്സരിക്കാൻ തയ്യാറായത് തന്നെ ഇത്തരം ഒരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണ്. അതല്ലാതെ ഇടതുമുന്നണിയുടെ ഏറ്റവും ചിട്ടയായ പ്രവർത്തനമെല്ലാം ഇവിടെ നടത്തിയ വാർഡാണ്. മുന്നണിയുടെ വോട്ടുകൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല, വർധനവേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഈ പ്രശ്നത്തെ നമ്മൾ കാണുന്നത് ഈ പഞ്ചായത്തിൽ BJP UDFുമായി ബന്ധപ്പെട്ട് വോട്ടിനെ ആ രീതിയിൽ മറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ജയിക്കേണ്ടതാണ്. കാര്യം 351 പകരം 386 വോട്ടായി വർദ്ധിക്കുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് ഫലം UDFന്റെ വിജയമാണോ അതോ ആ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഉള്ള വിജയമാണോ? അതിപ്പോൾ ഏത് സ്ഥാനാർത്ഥിയായിരുന്നാലും കാര്യമില്ല. കാര്യം BJP വോട്ട് മറിച്ച് ജയിച്ച സ്ഥാനാർത്ഥിയല്ലേ. അതിപ്പം വേറൊരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും സെയിം ഇതായിരിക്കും. കാര്യം BJPയുടെ 168 വോട്ടിൽ 50 വോട്ടാണ് ഉള്ളത്. 118 വോട്ട് കാണാനില്ല. അപ്പോൾ സ്ഥാനാർത്ഥി ആരായിരുന്നിട്ടും പ്രത്യേകതയൊന്നുമില്ല. ആളുകൾക്ക് അതിൻ്റെ ഒരു മതിപ്പിൻ്റെ പ്രശ്നമല്ല, മറിച്ച് BJPയുടെ വോട്ടിൻ്റെ വിജയമാണ് UDFിനുള്ളത്. അതാണ് അതിന് പറയാനുള്ളത്. ഓക്കെ. പഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ് സുധേവൻ കഴിഞ്ഞ ദിവസവും വളരെ ആത്മവിശ്വാസത്തോടെയാണ് സാക്ഷിയോട് പ്രതികരിച്ചത്. എവിടെയാണ് പാകപ്പിഴ സംഭവിച്ചത്? പാകപ്പിഴയല്ല, ഇടതുമുന്നണി കൃത്യമായും നമ്മൾ പറഞ്ഞതുപോലെ ചിട്ടയായ പ്രവർത്തനം തന്നെ നടത്തിയത്. അതിന്റെ ഫലമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ലഭിച്ചതിനേക്കാൾ
35ഓളം വോട്ട് LDF-ന് അധികമായി ലഭിച്ചു. എന്നാൽ കഴിഞ്ഞ തവണ 168 വോട്ട് ലഭിച്ചിരുന്ന BJP അതിന്റെ 1/3 വോട്ട് പോലും ലഭിക്കാതെ വെറും 50 വോട്ടായി ചുരുങ്ങുകയാണ് ചെയ്തത്. അപ്പൊ ആ BJP-യുടെ 115 വോട്ട് എങ്ങോട്ട് പോയി എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അതാണ് UDF-ന്റെ വിജയത്തിലേക്ക് ഒരു അവിശുദ്ധ കൂട്ടുകെട്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇത് രാഷ്ട്രീയ തലങ്ങളിൽ ഒരു ചർച്ച തന്നെയാകും. സംശയം തിരിക്കുന്നു. അവിശുദ്ധ കൂട്ടുകെട്ട് BJP കോൺഗ്രസ് വളരെ മോശമായ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ ഫലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമായത്. അല്ലാതെ ഇതൊരു UDF-ന്റെ വിജയം എന്ന് പറയാനേ യഥാർത്ഥത്തിൽ കഴിയത്തില്ല. അതാണ് അവസ്ഥ. LDF പരാജയപ്പെടുമ്പോഴും നമ്മൾ കൃത്യമായി കഴിഞ്ഞ തവണത്തേക്കാൾ 35 വോട്ട് അധികമാണ് ലഭിച്ചിട്ടുള്ളത്. പഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റും LDF നേതാവുമായിട്ടുള്ള ബാബുരാജിന്റെ പ്രതികരണങ്ങളിലേക്ക്. അല്ല, ഞങ്ങള് LDF-ആയി ഈ പഞ്ചായത്തിൽ ഈ പൂങ്കോട് വാർഡിൽ വളരെ ഐക്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്തത്. ജയിക്കും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനകത്തുള്ളൊരു വിഷയം അത് ഈ ഗൗരവമായി ആലോചിക്കേണ്ടുന്നത് BJP-യുടെ കൂടെ നിൽക്കുന്ന പ്രവർത്തകരാണ്. കഴിഞ്ഞ കുരിയോട് തെരഞ്ഞെടുപ്പിൽ അവിടെ BJP സ്ഥാനാർത്ഥി ജയിച്ചതാണ്. അവിടെ കെട്ടിവെച്ച പൈസ കിട്ടിയില്ല പാർട്ടിക്ക് മത്സരത്തിൽ. ഇതുപോലൊരു സാഹചര്യമാണ് പൂങ്കോട് വാർഡിലുള്ളത്. അവർക്ക് അതേ ആ കുരിയോട് വാർഡിൽ പഠിച്ച വെറും 50 വോട്ടാണ് ഇപ്പോഴും പൂങ്കോട് വാർഡിന് കിട്ടിയിട്ടുള്ളത്. പറഞ്ഞിരുന്നില്ല 168 വോട്ട് കഴിഞ്ഞതിന് പിടിച്ച ആ വാർഡിൽ ഇപ്പൊ കിട്ടിയത് 50 വോട്ടാ. BJP-യാണ് സമാധാനം പറയേണ്ടത്. ആ BJP കൂടെ നിൽക്കുന്നവർ ആ വോട്ടർമാർ അവരെ കൊണ്ട് പറയിക്കണം എന്താണ് ഈ കാര്യങ്ങൾ ഓരോ വർഷം കഴിയും തോറും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് BJP പറയണം. BJP-യും കോൺഗ്രസും ഉണ്ടായ ധാരണയുടെ പുറത്താണ് ഈ പൂങ്കോട് വാർഡ് ഇപ്പോൾ ജയിച്ചിട്ടുള്ള UDF. പൊതുസമൂഹത്തിൽ നിന്ന് ഒരു ചോദ്യം ഉയരുന്നുണ്ട്. കുരിയോട് ഉപതെരഞ്ഞെടുപ്പിൽ BJP-യുടെ വോട്ട് ചോർന്നപ്പോൾ അത് LDF-ന് സഹായകരമായി. ഇവിടെ അത്തരത്തിൽ ഒരു വോട്ട് ചോർച്ച വന്നപ്പോൾ അത് LDF-ന് ദോഷകരവുമായി. അപ്പോ ഇത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കണം. അല്ലല്ല, LDF-ന്റെ അവിടെ കുരിയോട് വാർഡിൽ BJP-യുടെ വോട്ട് കൊണ്ടാണ് LDF ജയിച്ചതെന്നുള്ളത് ഇതുവരാരും പറയാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഗോവൻ പറയുന്നത്. ആരും പറഞ്ഞിട്ടില്ല, ഞങ്ങളും പറഞ്ഞിട്ടില്ല. അത് പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന നേരെ തിരിച്ചാണ്. അവിടെ LDF-ന്റെ 4 പിന്നെ തെരഞ്ഞെടുപ്പ് കൊണ്ട് ചെറിയ ഭൂരിപക്ഷം ജയിച്ചുകൊണ്ടുന്ന വാർഡ് ഇപ്പോൾ ബോധപൂർവമായി LDF-നെ തോൽപ്പിക്കുന്നതിന് വേണ്ടി BJP ബോധപൂർവമായി കളിച്ചു. അതിന്റെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഒരിക്കലും ഈ ആരോപണം സാക്ഷിയുടെയോ ഗോവന്റെ അല്ല, പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ആ ആരോപണം ശ്രദ്ധയിൽപ്പെടുത്തി. അതെ, ഈ ആരോപണം നേരിടുന്ന LDF അല്ല, അത് BJP-ആണ്. ആ BJP എന്ന് പറയുന്ന പാർട്ടിയും അവിടെ നിൽക്കുന്ന സാധാരണക്കാർ ആ BJP അനുഭാവികളാണ് അതിന് പിന്നെ വിലയിരുത്തേണ്ടത്. അവർ വരുന്നത് പൂങ്കോട് വാർഡ് നിലവിൽ വന്നതിന് ശേഷം ഇടതുപക്ഷത്തെ മാത്രം കയ്യേറ്റിയിരുന്ന ആ വാർഡ് UDF-ന്റെ പാളയങ്ങളിലേക്ക് എത്തിക്കുവാൻ ഉഷാ ബോസിലൂടെ UDF-ന് കഴിഞ്ഞു. ഈ ജനവികാരത്തെ വേണ്ടുന്ന തരത്തിൽ ഇടതുമുന്നണി കാണും എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ വിജയത്തിന്റെ പിന്നിലുണ്ടായിട്ടുള്ള അടിയൊഴുക്കുകളും അന്തർധാരകളും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ ചർച്ചയാകും. അതിന് തോറ്റ പാർട്ടിയെന്നോ ജയിച്ച പാർട്ടിയെന്നോ അല്ല, ഇതിലുള്ള അടിയൊഴുക്കുകളുടെ സൂത്രധാരന്മാർ മറുപടി പറയേണ്ടി വരും. പൂങ്കോട് വാർഡെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ടൗൺ വാർഡാണ്. ടൗണിൽ കിടക്കുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു RSP എന്നുള്ള നിലയിൽ ഇതിന്റെ UDF-ന്റെ വിജയത്തെ എങ്ങനെ കാണുന്നു? നമസ്കാരം. ഈ വിജയം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ പ്രതീക്ഷിച്ചതാണ്. ചടയമംഗലം പഞ്ചായത്തിലെ വികസനമില്ലായ്മ
ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ആ നിൽക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥിയെ പറ്റി വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ വീടാന്തരം കയറി എന്തെല്ലാമാണ് പറഞ്ഞുണ്ടാക്കിയത്. ഇത് ജനം സഹിക്കുമോ? ജനത്തിന് അറിയാവുന്നതല്ലേ? എത്രയോ കുട്ടികളെ പഠിപ്പിച്ച ആ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു തെരഞ്ഞെടുപ്പിലെ ആ ഒരു ജനങ്ങൾ ചിന്തിച്ചതിന്റെ ഫലമാണോ അതെ, UDFന്റെ വിജയം അത് തന്നെയാണ്. വികസന മുരടിപ്പ് തന്നെയാണ് ഈ വിജയത്തിന്റെ മുഖ്യ കാരണം. തീർച്ചയായിട്ടും അടിക്കടി BJPയുടെ കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഈ വോട്ട് ചോർച്ച BJPയുടെ സംഘടനാപരമായ ഒരു വീഴ്ചയല്ലേ? ഒരിക്കലുമല്ല. BJPക്ക് ഈ വാർഡ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോർച്ച ഉണ്ടായെന്നുള്ളത് ശരിയാണ്. അത് നമ്മുടെ പാർട്ടി കൂടിയിരുന്ന് ആലോചിച്ച് സംഘടനാപരമായത് പരിശോധിച്ച് നടപടി ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. ആരാണ് സംഘടനാപരമായിട്ട് നമ്മുടെ വോട്ട് ചോർച്ച ഉണ്ടെന്നുള്ളത് നമ്മൾ ഇന്ന് തന്നെ ചർച്ച ചെയ്ത് അത് എവിടെയാണ് ചോർച്ച വന്നതെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് സംഘടനാപരമായിട്ട് ആരാണ് ഇതിൽ അവർക്കെതിരെ കൃത്യമായിട്ട് നടപടി ഉണ്ടാകും. പൂങ്കോട് വാർഡിൽ BJP എന്നുള്ള നിലയിൽ എല്ലാ പ്രവർത്തകരെയും വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു പൊതു ആക്ഷേപമുണ്ട്. ഒരിക്കലുമില്ല. അത് ഇടതുപക്ഷത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയായിരുന്നു. എങ്ങനെ BJPയെ താറടിച്ച് കാണിച്ച് അവർക്ക് അല്ല മേലി പോണം. UDF സ്ഥാനാർത്ഥി വിജയിച്ച പഞ്ചായത്ത് മെമ്പർ പൂങ്കോടിന്റെ നിയുക്ത പഞ്ചായത്ത് മെമ്പർ ബ്ലോക്ക് ഓഫീസിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ചടയമംഗലം പൂങ്കോട് ഉപതെരഞ്ഞെടുപ്പിൽ ഫലപ്രഖ്യാപനം പുറത്തു വന്നപ്പോൾ 3 മുന്നണികളിലും ഗൗരവതരമായ തരത്തിലുള്ള ചർച്ചകളും കൂടിക്കാഴ്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പരാജയത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുന്നതിലും വിജയത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുന്നതിലും പരസ്പര ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് ഓരോ മുന്നണിയുടെ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. വരും ദിവസങ്ങളിൽ ഗൗരവപരമായ വോട്ട് ചോർച്ച വരുന്നു. അതിൻ്റെ കാരണങ്ങളും ഒക്കെ തന്നെ ആ പാർട്ടിയിലും ചർച്ച വരും. പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൂടുതൽ ചോദ്യം ചെയ്യപ്പെട്ട ഒരു പാർട്ടിയായി BJP മാറുന്നു. പൂങ്കോട് വാർഡിന്റെ നിയുക്ത മെമ്പർക്ക് സാക്ഷി ടിവിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വിജയം ആർക്ക് സമർപ്പിക്കും? പൂങ്കോട് വാർഡിൽ പഞ്ചായത്തിലായാലും എന്തിനായിരിക്കും മുഖ്യ പരിഗണന കൊടുക്കുന്നത്? അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില വഴിയുടെ ചില പ്രശ്നങ്ങൾ, പിന്നെ കുടിവെള്ളത്തിന്റെ പ്രശ്നം, പിന്നെ അർഹതയുള്ള ചിലർക്ക് വീട് കിട്ടാതെ പോയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത്
അതുപോലെയുള്ള കാര്യങ്ങൾക്കായിരിക്കും മുൻഗണനയുള്ളത്. വീടെന്ന് പറഞ്ഞാൽ ചിലർക്ക് പൊളിഞ്ഞ് താമസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വീട് കിട്ടിയിട്ടുണ്ട്. അതിനകത്തൊക്കെ അതായത് അർഹതപ്പെട്ട ആളുകൾക്ക് വേണ്ടുന്ന ഇത് കൊടുക്കുന്നതിന് വേണ്ടി എന്നിട്ട് കഴിവിന്റെ പരമാവധി ശ്രമിക്കും. അതിന് സംഘടന പൂർണ്ണ പിന്തുണയോടെ ഒപ്പമുണ്ട് തന്നെ. അപ്പോൾ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഇവിടുന്ന് നമ്മൾ വണ്ടിയിൽ കയറി പോയിട്ട് UDFന്റെ ഓഫീസുണ്ട്. ആ UDFന്റെ ഓഫീസിൽ നിന്നിട്ട് അവിടുന്ന് പ്രകടനമായിട്ട് ജംഗ്ഷനിൽ പോകും. അങ്ങനെയാണ് അങ്ങനെ എത്തിക്കുകയാണ്. UDFന്റെ പൂങ്കോട് വാർന്ന് പുതിയ ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷ കോട്ടയെ UDF കോട്ടയാക്കി മാറ്റുവാൻ നേതൃത്വം കൊടുത്ത ഉഷാ ബോസിനെ UDF പ്രവർത്തകർ ആവേശത്തോടെ സ്വീകരിക്കുന്ന രംഗമാണ് പ്രേക്ഷകർ കാണുന്നത്. UDF